Okay. Hi students, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബാറ്റിൽ ഓഫ് പ്ലാഷി ആണ്. എന്താണ് ബാറ്റിൽ ഓഫ് പ്ലാഷി എന്ന് പറയുന്നത്? ലാസ്റ്റ് നമ്മൾ പറഞ്ഞു ഈ നവാബ്സും ബ്രിട്ടീഷുകാരും തമ്മിൽ പിന്നെ ഒരു കോൺഫ്ലിക്റ്റ് ആയി. ഈ നവാബ്സ് പറയുന്ന പോളിസീസ് ഒന്നും ബ്രിട്ടീഷുകാർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ നവാബ്സ് ഇവരുമായിട്ട് എന്തായി ചൂടായി കച്ചറയായി അങ്ങോട്ടും ഇങ്ങോട്ടും. ബ്രിട്ടീഷുകാർക്ക് എന്തായാലും ട്രേഡ് നടത്തണമെങ്കിൽ ഇവരൊക്കെ ഇല്ലാതാക്കിയേ പറ്റുള്ളൂ അല്ലെ. അതാണ് ബാറ്റിൽ ഓഫ് പ്ലാഷി എന്ന് പറയുന്ന കോൺഫ്ലിക്റ്റിലേക്ക് അവരെ നയിച്ചത് കേട്ടോ. ഇതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. When Aliwardi Khan died in 1756, അല്ലെ, അലിവാർദി ഖാൻ എന്ന് പറയുന്ന നവാബ് 1756 മരണപ്പെടുകയും സിറാജ് ദൗള became the നവാബ് ഓഫ് ബംഗാൾ. സിറാജ് ദൗള ബംഗാളിലെ നവാബ് ആയിട്ട് മാറുകയും ചെയ്തു, നവാബ് റൂളർ ആയിട്ട് മാറുകയും ചെയ്തു. ആരുടെ മരണശേഷം കുട്ടികളെ? അല്ലെ, അലിവാർദി ഖാന്റെ മരണശേഷം അല്ലെ. And the company was worried about his power and keen on a puppet ruler who would willingly give trade concessions and other privileges. അപ്പൊ കമ്പനീസ് എന്താ വിചാരിച്ചത് എന്ന് വെച്ചാല്, കമ്പനീസ് ആദ്യം ഭയപ്പെട്ടു, അവരുടെ ട്രേഡിംഗ് ഇതൊക്കെ എന്താവും എന്നൊക്കെ ഒരു ഭയപ്പെട്ടെങ്കിലും പിന്നെ അവരെന്താക്കി, ഈ ഒരു സിറാജ് ദൗളനെ ഒരു പപ്പറ്റ് റൂളർ ആക്കി മാറ്റാന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നു. അവരുടെ എന്ത് കാര്യങ്ങൾക്കും ഫ്രീ അല്ലെ, എന്ത് കാര്യങ്ങൾക്കും എല്ലാ റൈറ്റും അലൗഡ് ആക്കി തരുന്ന ഒരു ഭരണാധികാരി ആയിരിക്കും നവാബ് എന്ന് ആര് വിചാരിച്ചു? ബ്രിട്ടീഷുകാർ വിചാരിച്ചു അല്ലെ. ആൻഡ് infuriated Siraj Dawla asked the company to stop meddling in the political affairs of his dominion. എന്നിട്ട് ഇവര് വിചാരിച്ച്, ബ്രിട്ടീഷുകാർ വിചാരിച്ച എങ്ങനെ കുട്ടികളെ, ഇവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവയാവും ഈ ഒരു സിറാജ് ദൗള എന്ന് വിചാരിച്ചത് ബ്രിട്ടീഷുകാർക്ക് തെറ്റിപ്പോയി അല്ലെ. ആൻഡ് അവരെന്താ, സിറാജ് ദൗള എന്താണ് ബ്രിട്ടീഷുകാരോട് പറഞ്ഞത്? നിങ്ങൾ മേലാൽ ഇനി എന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറഞ്ഞു. പിന്നെ സ്റ്റോപ്പ് ഫോർട്ടിഫിക്കേഷൻ, നിങ്ങളുടെ ട്രേഡ് ആധിപത്യമൊക്കെ നിർത്തലാക്കിക്കോ, ട്രേഡിംഗ് ഇതൊക്കെ നിർത്തലാക്കിക്കോ. പേ ദ റവന്യൂസ്, അഥവാ ട്രേഡിംഗ് ഇവിടെ നടത്തുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള നികുതി നിങ്ങൾ അടച്ചിരിക്കണം എന്നും പറഞ്ഞു ആര്? സിറാജ് ദൗള. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദ നെഗോട്ടിയേഷൻസ് failed, the Nawab marched with 30,000 soldiers to the English factory at Qasim Bazaar, captured the company officials. അങ്ങനെ ഇവർ ഈ സിറാജ് ദൗള പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ മൈൻഡ് ചെയ്ത് വെക്കുന്നില്ല. അങ്ങനെ എന്തായി, ഈ സിറാജ് ദൗളന്റെ നേതൃത്വത്തില് 30,000 സോൾജേഴ്സ് ഇംഗ്ലീഷ് ഫാക്ടറിയിലെ, എവിടെയുള്ള ഫാക്ടറിയിലേക്ക്, ബ്രിട്ടീഷുകാരെ കാസിം ബസാർ എന്ന് പറയുന്ന ഫാക്ടറിയിൽ പോയിട്ട് അവിടെയുള്ള കമ്പനിയോ ഇല്ലെ ബ്രിട്ടീഷുകാരെ ഒഫീഷ്യൽസിനൊക്കെ അവരെ അറസ്റ്റ് ചെയ്തു. ആൻഡ് ലോക്ക്ഡ് ദ വെയർ ഹൗസ്, അവര് എക്സ്പോർട്ട് ചെയ്യാൻ വെച്ചിരുന്ന ഗുഡ്സ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന വെയർ ഹൗസ് സിറാജ് ദൗളന്റെ സോൾജേഴ്സ് ലോക്ക് ചെയ്തു. ആൻഡ് ഡിസ്ആർംഡ് ഓൾ ഇംഗ്ലീഷ് മെൻ, എല്ലാ ഇംഗ്ലീഷ് മെന്നെയും അവർ അറസ്റ്റ് ചെയ്തു. ആൻഡ് ബ്ലോക്കേഡഡ് ഇംഗ്ലീഷ് ഷിപ്സ്, ഇനി ഒരു തരത്തിലുള്ള വാണിജ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷിപ്സ് ഇനി അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല എന്ന് സിറാജ് ദൗളന്റെ റൂൾസ് വന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? നവാബ് സിറാജ് ദൗളന്റെ നേതൃത്വത്തില് ലീഡർഷിപ്പില് 30,000 പട്ടാളക്കാർ അണിനിരന്നു. എവിടെയുള്ള ബ്രിട്ടീഷുകാരെ ഫാക്ടറി ലോക്ക് ചെയ്യാൻ, കാസിം ബസാറിലുള്ള ഫാക്ടറി ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കൂടാതെ അവിടെയുള്ള വെയർ ഹൗസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. പിന്നെ അവിടെയുള്ള ഇംഗ്ലീഷ് മെന്നെ ഫുൾ അറസ്റ്റ് ചെയ്യാൻ, അവരുടെ ഇംഗ്ലീഷ് ഷിപ്സ് ഒക്കെ ബ്ലോക്ക് ചെയ്യാൻ അല്ലെ, എല്ലാ വിധത്തിലുള്ള ഇതും റെസ്ട്രിക്ഷൻസ് അവർ ചെയ്തു. Then march to Calcutta. Then he marched to Calcutta to establish control over the company's fort there. എന്നിട്ട് ഇവിടെയുള്ള കാര്യങ്ങൾ, കാസിം ബസാറിലുള്ള ഫാക്ടറി ഒക്കെ ലോക്ക് ചെയ്തതിന് ശേഷം അല്ലെ, ക്ലോസ് ചെയ്തതിനു ശേഷം സിറാജ് ദൗള എങ്ങോട്ടാണ് കുട്ടികളെ പോയത്? അദ്ദേഹം കൽക്കട്ടയിലേക്കാണ് പോയത്. ഈ സോൾജേഴ്സിനും കൊണ്ട് കൽക്കട്ടയിലേക്ക് കമ്പനീസിന്റെ ഫോർട്ട് സെറ്റിൽമെന്റ് ഒക്കെ കൈയടക്കാൻ വേണ്ടിയിട്ട് സിറാജ് ദൗള അങ്ങോട്ട് ചേക്കേറി എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ. On hearing the news of the fall of Calcutta, അല്ലെ, അങ്ങനെ കൽക്കട്ട അവര് ബ്രിട്ടീഷുകാരെ അറിഞ്ഞു, അവര് എസ്റ്റാബ്ലിഷ് ചെയ്ത ഫോർട്ട് ഒക്കെ സിറാജ് ദൗള ഇല്ലാതാക്കി എന്ന് അറിഞ്ഞ ബ്രിട്ടീഷുകാര് കമ്പനി ഒഫീഷ്യൽസ് ഇൻ മദ്രാസ് സെന്റ് ഫോഴ്സസ് അണ്ടർ ദ കമാൻഡ് ഓഫ് റോബർട്ട് ക്ലീവ് reinforced by naval fleets. അങ്ങനെ കുറെ ഷിപ്സിൽ റോബർട്ട് ക്ലീവിന്
നേതൃത്വത്തില് ലീഡർഷിപ്പില് ബ്രിട്ടീഷുകാര് ഒരു അറ്റാക്ക് ആർക്കെതിരെ, സിറാജ് ദൗളക്കെതിരെ നടത്തി. ആൻഡ് ദ പ്രൊലോങ്ഡ് നെഗോട്ടിയേഷൻ വിത്ത് നവാബ് ഫോളോഡ്. അങ്ങനെ പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റ് അവിടെ നടന്നു റോബർട്ട് ക്ലീവും നവാബും തമ്മില്. ഫൈനലി ഇൻ 1757 അങ്ങനെ 1757 റോബർട്ട് ക്ലീവ് ലെഡ് the company's army against സിറാജ് ദൗള at പ്ലാഷി. അങ്ങനെ ഇവരെ ഈ സിറാജ് ദൗളന്റെ ആളുകളെ ഫോളോവേഴ്സിനെ ഒക്കെ ഒതുക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരാളാണ് ആര്? റോബർട്ട് ക്ലീവ്. റോബർട്ട് ക്ലീവ് അദ്ദേഹത്തിന്റെ നേവൽ ഫ്ലീറ്റ്സും ഒരുമിച്ച് പ്ലാഷി വെച്ച് സിറാജ് ദൗളനെ തീർക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. ഓക്കെ, പിന്നെ എന്ത് സംഭവിച്ചു മക്കളെ? ഇതാണ് നമ്മളെ റോബർട്ട് ക്ലീവ് കേട്ടോ. ബ്രിട്ടീഷുകാര് സിറാജ് ദൗളക്കെതിരെ കൊണ്ടുവന്ന ഒരു ആയുധമായിരുന്നു റോബർട്ട് ക്ലീവ്. ഓക്കെ, നെക്സ്റ്റ്. ഇറ്റ് ഈസ് എ ജനറൽ കോർട്ട് റൂം, ഈസ്റ്റ് ഇന്ത്യ ഹൗസ്, ലീഡൻ ഹാൾ സ്ട്രീറ്റ്. ഇതാണ് കേട്ടോ ഈസ്റ്റ് ഇന്ത്യ ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Okay, one of the main reasons for the defeat of the Nawab was the forces led by Mir Jafar. പ്ലാഷിയിൽ നടന്ന സിറാജ് ദൗളയും റോബർട്ട് ക്ലീവും നടന്നുള്ള യുദ്ധത്തില് ആര് തോറ്റുപോയി? നവാബ്സ് തോറ്റുപോയി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആ ഒരു ഫോഴ്സ് നയിച്ചിരുന്ന ഏത് സോൾജർ ആയിരുന്നു മക്കളെ? മിർ ജാഫർ ആയിരുന്നു. വൺ ഓഫ് സിറാജ് ദൗളാസ് കമാൻഡേഴ്സ് നെവർ ഫോട്ട് ദ ബാറ്റിൽ. അവര് ഈ ഒരു ബാറ്റില് ഫോട്ട് ചെയ്തില്ല, ഫൈറ്റ് ചെയ്തില്ല. ക്ലീവ് ഹാഡ് മാനേജ് ടു സെക്യൂർ ഹിസ് സപ്പോർട്ട് by promising to make him Nawab after crushing Siraz Dawla. Cleve had managed to secure his support by promising to make him Nawab. എന്ന് വെച്ചാൽ ക്ലീവ് എന്ത് ചെയ്തു? അവിടെ നിലനിന്നു. ആര് സപ്പോർട്ട് ചെയ്തു? ബ്രിട്ടീഷുകാർ സപ്പോർട്ട് ചെയ്ത് നിലനിന്നു. എന്ന് വെച്ചാൽ ഈ സിറാജ് ദൗളനെ ഇല്ലാതാക്കി റോബർട്ട് ക്ലീവിന് അവിടെ നവാബായി തുടരാനുള്ള ഒരു ആശയം ഉണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ദ ബാറ്റിൽ ഓഫ് പ്ലാഷി became famous because it was the first major victory the company won in India. എന്ന് വെച്ചാൽ ബാറ്റിൽ ഓഫ് പ്ലാഷി എന്ന് പറയുന്ന യുദ്ധം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു ബ്രിട്ടീഷുകാർക്കിടയിൽ. എന്താന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ബാറ്റിൽ ജയിച്ചത് ബാറ്റിൽ ഓഫ് പ്ലാഷി ആയിരുന്നു കേട്ടോ. ഓക്കെ, ആൻഡ് ആഫ്റ്റർ ദ ഡിഫീറ്റ് at പ്ലാഷി, അങ്ങനെ പ്ലാഷിയിൽ ഒരു തോൽവി നേരിട്ടതിന് ശേഷം സിറാജ് ദൗള വാസ് അസാസിനേറ്റഡ്. സിറാജ് ദൗള മരണപ്പെട്ടു. ആൻഡ് മിർ ജാഫർ മെയ്ഡ് ദ നവാബ്. മിർ ജാഫറിനെ അവിടെ നവാബാക്കി മാറ്റി അല്ലെ. മിർ ജാഫർ എന്ന് പറയുന്ന സിറാജ് ദൗളന്റെ സോൾജിയേഴ്സിലെ കമാൻഡർ ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ സിറാജ് ദൗളന്റെ സക്സസർ ആയിട്ട് ആര് നവാബായി മാറി മക്കളെ? It is Mir Jafar Nawabai Mari, and the company was still unwilling to take over the responsibility of administration. പക്ഷേ കമ്പനിക്ക് ഇപ്പോഴും ഇവിടെയുള്ള അഡ്മിനിസ്ട്രേഷന്റെ അധികാരം ഏറ്റെടുക്കാൻ ഒരു എന്താ പറയാ ഒരു ഒപ്പീനിയൻ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. അത്ര വലിയതൊന്നും തോന്നിയില്ല ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റി. ഇറ്റ്സ് പ്രൈം ഒബ്ജക്റ്റീവ് വാസ് ദ എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്. അവർക്ക് ഇവിടെ നവാബ്സിന് ഭരണാധികാരം ഏറ്റെടുത്ത് ചെയ്യണം അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നുമില്ല. അവർക്ക് എങ്ങനെങ്കിലും വാണിജ്യപരമായിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുക എന്നുള്ള മാത്രമായിരുന്നു ബ്രിട്ടീഷുകാരെ ഒരു ആശ എന്ന് പറയുന്നത്. ഇഫ് ദിസ് കുഡ് ബി ഡൺ വിതൗട്ട് കോൺക്വസ്റ്റ് ത്രൂ ദ ഹെൽപ്പ് ഓഫ് ലോക്കൽ റൂളേഴ്സ് who were willing to grant privileges, then territories need not be taken over directly. എന്ന് വെച്ചാല് ഇവർക്ക് അവിടെ എന്താ ഭരണം നടത്താതെ കോൺക്വസ്റ്റ് ട്രേഡ് പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ലോക്കൽ റൂളേഴ്സ് നവാബ്സ് ഇവർക്ക് പലതരത്തിലുള്ള പ്രിവിലേജസ് നൽകി അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഈ ടെറിട്ടറി ഒന്നും ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഭരിക്കേണ്ട ഒരു ഇത് വരുന്നില്ല എന്നതാണ് പറയുന്നത് കേട്ടോ. അപ്പോ സിറാജ് ദൗളയുടെ മരണശേഷം മിർ ജാഫർ ആയി അവിടെ. അപ്പോ ഇവർക്ക് എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർക്ക് അവിടെ ഒരു അധികാരം സ്ഥാപിക്കേണ്ട ഒരു അവർക്ക് ഇല്ലായിരുന്നു. അവർക്ക് ട്രേഡിൽ പ്രോഫിറ്റ് എങ്ങനെ ഗെയിൻ ചെയ്യണം എന്നാണ്. അവിടെയുള്ള നവാബ്സ് അവരെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ് അവർക്ക് ഡയറക്ട്ലി ഓരോ ടെറിട്ടറി പോയിട്ട് ഡൊമിനേറ്റ് ചെയ്ത് അവിടെ ട്രേഡ് നടത്തേണ്ട ഒരു ആവശ്യകതയില്ല അല്ലെ. അവർക്ക് അവിടെ ഈ പ്രിവിലേജസ് ഒക്കെ നവാബ്സ് കൊടുക്കുകയാണെങ്കിൽ നേരിട്ട് ചെന്ന് അവിടെ ട്രേഡ് നടത്താം, അവിടെ അവരുടെ ഭരണസ്ഥലമാക്കാതെ അല്ലെ. Next, for even the puppet Nawabs were not
always as helpful as the company wanted them to be. കമ്പനി ഓരോ നവാബ്സുകൾ വരുമ്പോ വിചാരിക്കും അത് അവരുടെ അവർക്ക് ഇങ്ങനെ അവരുടെ ഇതിനനുസരിച്ച് തുള്ളുന്ന ഒരു പാവ പോലെ ആയിരിക്കും എന്ന് വിചാരിക്കുമ്പോ ഈ നവാബ്സ് ഒന്നും ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതേ ഇല്ല അല്ലെ. After all, they had to maintain a basic appearance of dignity and sovereignty if they wanted respect from their subjects. അങ്ങനെ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു അവർക്ക് അവിടെ ഒരു വില വേണം അല്ലെ. അവിടെയുള്ള ആളുകളുടെ മുന്നിൽ അവർക്കൊരു വില ഉണ്ടെങ്കിൽ ഇവര് എന്ത് ചെയ്യുള്ളൂ, അവിടെയുള്ള ഇൻഹാബിറ്റൻസ് അവരെ റെസ്പെക്ട് ചെയ്യുള്ളൂ അല്ലെ എന്നുള്ളൊരു ഇത് വന്നു. ആൻഡ് വെൻ മിർ Jafar protested, the company disposed him and installed Mr. Mir Qasim in the place. അങ്ങനെ ഈ ജാഫറും ബ്രിട്ടീഷുകാർക്കെതിരെ വന്നപ്പോ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു, അവിടെ ബാറ്റിൽ ഓഫ് പ്ലാഷിയില് ബംഗാൾ അവിടെ എന്ത് ചെയ്തു, അധികാരം സ്ഥാപിച്ചു എന്ന് പറഞ്ഞല്ലോ. ഈ നവാബ്സ് തോറ്റുപോയപ്പോ അല്ലെ അവിടെ എന്തായി, ബ്രിട്ടീഷുകാരെന്താണ് അപ്പൊ ബ്രിട്ടീഷുകാരും മിർ ജാഫർ അവിടെ നവാബ്സായി വന്നപ്പോ അത്ര വലിയ പ്രിവിലേജസ് ഒന്നും അവർക്ക് ഇതായില്ല. അവർക്കെതിരെയായിരുന്നു മിർ ജാഫർ എന്ന് കണ്ട് ബ്രിട്ടീഷുകാര് മിർ ഖാസിമിനെ അവിടെ എന്താക്കി എന്നാ പറയുന്നത്, നവാബാക്കി മാറ്റി എന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് വെൻ മിർ Qasim complained, he in turn was defeated in a battle fought at Buxar 1764, driven out of Bengal and Mir Jafar was reinstalled എന്നാണ് പറയുന്നത്. അങ്ങനെ മിർ ഖാസിം എന്ത് ചെയ്തു, കംപ്ലൈന്റ് ചെയ്തു, ബ്രിട്ടീഷുകാരോട് പറഞ്ഞു നീ മേലിൽ ഇങ്ങനത്തെ ഇതൊന്നും പാടില്ല എന്ന് നമ്മള് സിറാജ് ദൗളന്റെ പോലെ അവർ പറഞ്ഞപ്പോ 1764 അവരുമായിട്ട് ബ്രിട്ടീഷുകാരുമായിട്ട് ഒരു ബാറ്റിൽ ഉണ്ടായി. എവിടെ വെച്ചിട്ടായിരുന്നു മക്കളെ? ബക്സാറിൽ വെച്ചിട്ട് അല്ലെ. അവിടെ 1764 ബാറ്റിൽ ഉണ്ടായതെങ്കിൽ ആ ഒരു ഇതില് അയാളെ പുറത്താക്കുകയും നമ്മുടെ മിർ ജാഫറിനെ എന്താക്കി, വീണ്ടും നവാബാക്കി മാറ്റുകയും ചെയ്തു. ഓക്കെ. ആൻഡ് ദ നവാബ് ഹാഡ് ടു പേ ₹5 lakh every month, but the company wanted more money to finance its wars and meet the demands of trade and its expenses. എന്ന് വെച്ചാൽ നവാബ് ഇത്ര തുക എല്ലാ മാസവും കമ്പനിക്ക് കൊടുക്കണം എന്നുള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ കമ്പനിക്ക് ഇതൊന്നും അഫോർഡബിൾ ആയിട്ടില്ല. ഇത്തിരി പൈസയാണോ തരുന്നത് എന്നുള്ളത് മാത്രമാണ് ഇവരുടെ പോയിന്റ് ഓഫ് വ്യൂ കമ്പനിയുടെ. എന്ന് വെച്ചാൽ ഇവർക്ക് ട്രേഡ് നടത്താനും വോർ നടത്താനും ഈ ഒരു തുക പോരാ എന്ന് ബ്രിട്ടീഷുകാർ നവാബ്സിന്റെ അടുത്ത് പറയുകയുണ്ടായി. ഓക്കെ. ഇറ്റ് വാണ്ടഡ് മോർ ടെറിട്ടറീസ് ആൻഡ് മോർ റവന്യൂ എന്ന് വെച്ചാൽ അവർക്ക് എന്താ വെച്ചാൽ കൈമിൽ പൈസ വേണം, എന്താണ് കൂടുതൽ ടെറിട്ടറീസ് അവരുടെ ആധിപത്യത്തിലാക്കാൻ വേണ്ടിയിട്ടും അല്ലെ, കൂടുതൽ സാമ്പത്തിക വളർച്ച ഉണ്ടാവണം. ബൈ ദ ടൈം മിർ ജാഫർ ഡൈഡ് ഇൻ 1765, അങ്ങനെ നവാബായിട്ടുള്ള മിർ ജാഫർ എന്ത് ചെയ്തു 1965 മരിക്കുകയും ദ മൂഡ് ഓഫ് ദ കമ്പനി ഹാഡ് ചെയ്തത്. അങ്ങനെ കമ്പനീന്റെ ആ ഒരു സമയം വരെയുള്ള എല്ലാ വിധത്തിലുള്ള മൂഡും മാറി, വലിയ ചേഞ്ചസ് വന്നു. എന്തൊക്കെയാണ്? having failed to work with puppet നവാബ്സ്, അങ്ങനെ നവാബ്സിന്റെ കൂടെ പ്രവർത്തിക്കാനോ നവാബ്സിന് സപ്പോർട്ട് കിട്ടുന്നതോ ഒക്കെ ആലോചിച്ച് നടന്ന ബ്രിട്ടീഷുകാര് അതിൽ മാത്രമാണ് തോറ്റുപോയത്. അങ്ങനെ ക്ലീവ് ഡിക്ലെയർ ചെയ്തു, റോബർട്ട് ക്ലീവ് ഡിക്ലെയർ, വി മസ്റ്റ് ഇൻഡീഡ് ബിക്കം നവാബ്സ് അവേഴ്സ്, നമ്മൾ തന്നെ നവാബ്സ് ആയിട്ട് ബംഗാളിൽ വരണമെന്ന് റോബർട്ട് ക്ലീവ് ഡിക്ലെയർ ചെയ്തു. ആൻഡ് ഫൈനലി ഇൻ 1765 the Mughal emperor appointed the company as the diwan of provinces of Bengal. അങ്ങനെ മുഗൾ എംപറർ കമ്പനിയുള്ള ഒഫീഷ്യൽസിനെ തന്നെ നവാബ്സ് ആയിട്ട് ദിവാൻ ഓഫ് ദ പ്രൊവിൻസ് ഓഫ് ബംഗാൾ ആക്കി മാറ്റി എന്നാണ് പറയുന്നത് കേട്ടോ. And the Diwani allowed the company to use the vast revenue resources of Bengal. അങ്ങനെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൽ നിന്നുള്ള ബ്രിട്ടീഷ് ഒഫീഷ്യൽസിൽ നിന്നുള്ള ആള് തന്നെ ദിവാനായിട്ട് വന്നു ബംഗാളിൽ. നമ്മൾ പറഞ്ഞല്ലോ കുട്ടികളെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു എന്ന് വെച്ചാൽ ബംഗാളിനൊരു റവന്യൂ ഉണ്ടാവുമല്ലോ, എല്ലാ ഫീൽഡിലും യൂസ് ചെയ്യാനുള്ള ഒരു സാമ്പത്തിക അവർക്ക് ഉണ്ടാവില്ല. ആ സാമ്പത്തികത്തിൽ നിന്നൊക്കെ അവർ ഊറ്റി എല്ലാവിധ ട്രേഡ് പ്രവർത്തനങ്ങൾക്ക് യൂസ് ചെയ്തു എന്നാണ് പറയുന്നത്. Okay, and this solved a major problem that the company had earlier faced. അപ്പൊ കമ്പനിക്ക് കുറെ നഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു
നവാബ്സിന്റെ റൂൾസിലൊക്കെ. അപ്പൊ അതൊക്കെ അവരെന്ത് ചെയ്തു, നികത്തി ഈ ഒരു ഫിനാൻസ് റവന്യൂവിൽ നിന്ന്. ഓക്കെ, ആൻഡ് ഫ്രം ദ ഏർലി 18th century, അങ്ങനെ 18ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തില് ട്രേഡ് വിത്ത് ഇന്ത്യ ഹാഡ് എക്സ്പാൻഡഡ്. അങ്ങനെ ഇന്ത്യയുമായിട്ട് പല റീജിയൻസുമായിട്ട് അവർക്ക് വാണിജ്യപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്നതാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ബട്ട് it had to buy most of the goods in India with gold and silver imported from Britain. അല്ലെ, എന്ന് വെച്ചാൽ അവർക്ക് കുറെ ഗുഡ്സ് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകണമായിരുന്നു. നമ്മൾ പറഞ്ഞു സിൽക്ക്, കോട്ടൺ, പെപ്പർ, സിനമൺ, കാർഡമം, അങ്ങനെ പലതരത്തിലുള്ള അല്ലെ ഗുഡ്സ് ഇന്ത്യ വിത്ത് ഗോൾഡ് ആൻഡ് സിൽവർ ഇമ്പോർട്ടഡ് ഫ്രം ബ്രിട്ടൻ. എന്ന് വെച്ചാൽ കൂടുതൽ സാധനങ്ങൾ അവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ബ്രിട്ടനിൽ നിന്ന് ഗോൾഡും സിൽവറുമാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്, ഇമ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് this was because at this time Britain had no goods to sell India. എന്തുകൊണ്ട് ആ ഒരു ടൈമില് ഒരു തരത്തിലുള്ള ഗുഡ്സും എന്ന് വെച്ചാൽ വിൽപ്പനയ്ക്ക് വെക്കാനുള്ള ഒരു ഇത് അവർക്ക് ബ്രിട്ടന് ഉണ്ടായിരുന്നില്ല എന്നാണ്. ബ്രിട്ടൻ ഹാഡ് നോ ഗുഡ്സ് ടു സെൽ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ മാത്രമുള്ള സാധനങ്ങൾ ബ്രിട്ടനിൽ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കൂടുതൽ സാധനങ്ങളും അവര് ഗുഡ്സ് എവിടെ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്, ഇന്ത്യയിൽ നിന്നാണ് അല്ലെ മക്കളെ. ആൻഡ് ദ ഔട്ട്ഫ്ലോ ഗോൾഡ് ഫ്രം ബ്രിട്ടൻ സ്ലോഡ് ആഫ്റ്റർ ദ ബാറ്റിൽ ഓഫ് പ്ലാഷി. ബാറ്റിൽ ഓഫ് പ്ലാഷി കഴിഞ്ഞതിന് ശേഷം എന്താ, ഗോൾഡിന്റെ എക്സ്പോർട്ട് അവിടെ കുറഞ്ഞു. ആൻഡ് എൻറ്റയർലി സ്റ്റോപ്ഡ് ആഫ്റ്റർ ദ അസംഷൻ ഓഫ് ദിവാൻ. അവർ ദിവാനായി മാറിയപ്പോ ഈ ഗോൾഡ് എക്സ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയിലേക്ക് നിന്നു അല്ലെ, ഫുള്ളായിട്ട് കംപ്ലീറ്റ്ലി ആയിട്ട് അത് നിന്നു എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ, now the revenues from India could finance company expenses. ഇപ്പോ ഇന്ത്യയിലെ റവന്യൂ എന്ന സാമ്പത്തികമായിട്ട് കാര്യങ്ങളിലൊക്കെ കമ്പനിയുടെ എക്സ്പെൻസസും എന്ത് ചെയ്യുന്നു, അവർ സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലെ. ഓക്കെ, and this revenues could be used to purchase. ഇങ്ങനെ ഇന്ത്യയിലെ പലതരത്തിലെ ഇന്ത്യയിലെ റവന്യൂ സാമ്പത്തികമായിട്ട് എന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യാം അല്ലെ. ഇന്ത്യനെ സാമ്പത്തികമായിട്ട് തകർക്കാൻ ബ്രിട്ടീഷുകാർ പലതരത്തിലും അത് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. എന്ന് വെച്ചാൽ ഇന്ത്യ സാമ്പത്തികമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന അതിൻ്റെതായിട്ടുള്ള ഫീൽഡ് ഉണ്ട്. എന്ന് വെച്ചാൽ അഗ്രികൾച്ചറൽ ഫീൽഡിന്, ഫാക്ടറി, എഡ്യൂക്കേഷൻ, അങ്ങനെ ലോ, ഡിഫൻസ്, അങ്ങനെ പലതരത്തിലുള്ള ഫീൽഡിലേക്ക് ഇന്ത്യന്റെ റവന്യൂ ബേസിലുള്ള പ്രോഫിറ്റ് പോകണം. പക്ഷെ ബ്രിട്ടീഷുകാര് ട്രേഡ് ആക്ടിവിറ്റീസിന് വേണ്ടി ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ റവന്യൂ. എന്തിനൊക്കെ വേണ്ടിയിട്ട്, കോട്ടൺ, സിൽക്ക് ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. ആൻഡ് മെയിൻറ്റെയിൻ കമ്പനി ട്രൂപ്സ്, അവരുടെ ട്രൂപ്സിനെ എന്താ ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട്. ആൻഡ് മീറ്റ് ദ കോസ്റ്റ് ഓഫ് ബിൽഡിംഗ് ദ കമ്പനി ഫോർട്ട് അല്ലെ. കമ്പനി സെറ്റിൽമെന്റ് കുറെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഫാക്ടറി ഏരിയാസില്, അത് നിലനിർത്താൻ. ആൻഡ് ഓഫീസസ് അറ്റ് കൽക്കട്ട, അവരുടെ കൽക്കട്ടയിലുള്ള ഓഫീസസ് നിലനിർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു നവാബ്സിന്റെ അല്ലെ, നവാബ്സിന്റെതാണ് നമ്മൾ മെയിൻ ആയിട്ട് നവാബ്സ് എന്തായിട്ട് മാറി എന്ന് പറയുന്നത്. നവാബ്സ് പിന്നെ ആരൊക്കെയാണ്, മിർ ജാഫർ അല്ലെ. മിർ ജാഫറിന്റെ മിർ ജാഫർ എന്ന് പറയുന്ന സക്സസർ ഓഫ് ആരതായിരുന്നു, സിറാജ് ദൗളയുടെ സക്സസർ ആയിട്ട് മിർ ജാഫർ വരികയും അല്ലെ. മിർ ജാഫർ എല്ലാ തരത്തിലുള്ള എന്താ കോൺഫ്ലിക്റ്റിൽ നിൽക്കുകയും പക്ഷെ ഇവരുമായിട്ട് തോറ്റുപോയി അല്ലെ. ബാറ്റിലറ്റ് ബക്സാർ നടത്തിയപ്പോ, ബാറ്റിലറ്റ് ബക്സാർ അല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ പറയാണ് ഈ മിർ ജാഫർ പിന്നെ മിർ ഖാസിം എന്നുള്ള ഇതിലേക്ക് പോയി. എന്ന് വെച്ചാൽ ഈ മിർ ജാഫർ ഈ കമ്പനി ബ്രിട്ടീഷിന്റെ അനുസരിച്ചുള്ള അവരുടെ ഇതിനനുസരിച്ച് എന്താ പപ്പറ്റ് പോലെയല്ല മിർ ജാഫറിന്റെ റൂൾ എന്ന് പറയുന്നത്. അവർ ഇവർക്ക് എതിരെയുള്ള കുറെ ഇതാ കൊണ്ടുവന്നത്. അപ്പൊ മിർ ഖാസിമും ബാറ്റിലറ്റ് ബക്സാറിൽ ബാറ്റിൽ കൊണ്ടുവന്നപ്പോ എന്ത് ചെയ്തു, ഈ ഒരു ജാഫറിനെ തന്നെ അവർ പിന്നെ റീഇൻസ്റ്റോൾ ചെയ്തു.
പിന്നെ ഇയാളെ നവാബാക്കി, പിന്നെയും നവാബാക്കുകയും ചെയ്തു. എന്ന് വെച്ചാൽ മിർ ഖാസിം ഒരു ബാറ്റിലൊക്കെ സംഘടിപ്പിച്ചതാക്കിയപ്പോ മിർ ജാഫറിനെ തന്നെ അവിടെ ഇതാക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഈ നവാബ്സ് ഒന്നും അല്ലെ എന്ന് പറയുന്നു ഈ പിന്നെന്താ, ഈ നവാബ്സ് നെവർ സപ്പോർട്ടഡ്. എങ്ങനെയുള്ള നവാബ്സിനെ ഇവര് ഇംപ്ലിമെന്റ് ചെയ്താലും അവിടെ ഭരിക്കാൻ താക്കിയാൽ ഈ നവാബ്സ് ഒന്നും ആരെ സപ്പോർട്ട് ചെയ്യുന്നില്ല? ബ്രിട്ടീഷ് അതോറിറ്റീനെ സപ്പോർട്ട് ചെയ്തില്ല. നെവർ സപ്പോർട്ടഡ് അല്ലെ ബ്രിട്ടീഷ് അതോറിറ്റി. ഓക്കെ, അങ്ങനെയാണ് എന്തിന്റെ അവര് ദിവാൻ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് വന്നത്. ദിവാൻ അല്ലെ. അപ്പൊ റോബർട്ട് ക്ലീവ് ഡിക്ലെയർഡ്. എന്താ റോബർട്ട് ക്ലീവ് പറഞ്ഞത്? അല്ലെ, വി ഷുഡ് ബി നവാബ്സ് അവർ സെൽസ്. നവാബ്സ് നമ്മൾ തന്നെ നവാബ്സ് ആവണം എന്നുള്ള പറഞ്ഞു. വി ഷുഡ് ബി നവാബ്സ് അവർ സെൽസ് എന്ന് പറഞ്ഞു അല്ലെ. നവാബ്സ് വി ഷുഡ് ബി നവാബ്സ്. നമ്മൾ തന്നെ നവാബ്സ് ഇതാക്കിയാലേ ഉള്ളൂ നമ്മുടെ എക്സ്പെൻസസിനനുസരിച്ച് ഇന്ത്യന്റെ റവന്യൂ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് റോബർട്ട് ക്ലീവ് പറഞ്ഞു. വി ഷുഡ് ബി നവാബ്സ് അവർ സെൽഫ്. അങ്ങനെയാണ് എന്തായത് ബ്രിട്ടീഷ് ഓഫീഷ്യൽസ് എന്തായത് ദ ദിവാൻ ഓഫ് ബംഗാൾ. അപ്പൊ അങ്ങനെ ആവുമ്പോ അവർക്ക് കൂടുതലായിട്ട് പോർട്സ് ബിൽഡ് ചെയ്യാനും ട്രേഡിംഗ് പേർപ്പസസിനും അതുപോലെ തന്നെ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തൊക്കെ ഇങ്ങനെ ഇവര് ഇതാവുമ്പോ അവർക്ക് എന്ത് ചെയ്യും, വീണ്ടും കൽക്കട്ടയിൽ അവരുടെ അതോറിറ്റി ഗെയിൻ ചെയ്യാനും ഒക്കെ പറ്റി അങ്ങനെ എന്തൊക്കെയാണ് പല ഫോർട്സും ബിൽഡ് ചെയ്യാനും ഒക്കെ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന് കഴിഞ്ഞു. ദിവാനുകാരെ ഭരണമായി അവിടെ ഇറ്റ് ഓൾസോ ഹെൽപ്സ് ദം ടു. ബ്രിട്ടീഷുകാർ കൂടുതലായിട്ട് ബ്രിട്ടീഷ് എക്സ്പോർട്ടഡ് ഗോൾഡ് അവർ ഗോൾഡ് ആണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് പിന്നെ ഇന്ത്യയിൽ നിന്ന് അവർ കൊണ്ടുപോയത് എന്തൊക്കെയാണ് മക്കളെ പറഞ്ഞേ? ഓക്കെ, എക്സ്പോർട്ടഡ് ഗോൾഡ് ടു ഇമ്പോർട്ടഡ് അവർ ഇമ്പോർട്ട് ചെയ്യല്ലേ. ഓക്കെ, ആൻഡ് എക്സ്പോർട്ട് ചെയ്തത് എന്താണ്? ബ്രിട്ടീഷ് എക്സ്പോർട്ടഡ് എന്തൊക്കെയാണ് അവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയത്? കോട്ടൺ സിൽക്ക്, പെപ്പർ, കാർഡമം. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അപ്പൊ നവാബ്സിന്റെ റൂള് മിർ ജാഫർ, മിർ ഖാസിം ബാറ്റിൽ അറ്റ് ബക്സാറിനെ പറഞ്ഞു. പിന്നെ മിർ ജാഫറിനെ വീണ്ടും ഒരു റീഇൻസ്റ്റോൾ ചെയ്തു. പിന്നെ നവാബ്സ് ഈ ബ്രിട്ടീഷ് അതോറിറ്റീനെ സപ്പോർട്ട് ചെയ്യാത്തത് വന്നപ്പോ റോബർട്ട് ക്ലീവ് പറഞ്ഞു വി ഷുഡ് ബി നവാബ്സ് അവേഴ്സ്. നമ്മൾ തന്നെ നവാബ്സ് ആയി മാറിയ പല ചേഞ്ചസ് വരും. ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് പിന്നെ എന്തായി? ദിവാനായി ബംഗാൾ. അത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്തു എന്നാ പറയുന്നത്? അവരുടെ ഇതായിട്ടുള്ള ട്രേഡിംഗ് പേർപ്പസസിനും ഫോർട്സ് ബിൽഡ് ചെയ്യാനും ഒക്കെ അവരുടെ ബ്രിട്ടീഷ് ഇത് എക്സ്പാൻഡ് ചെയ്യാനും എന്ന് വെച്ചാൽ അവർ ദിവാനായപ്പോ എക്സ്പാൻഷൻ ഓഫ് ട്രേഡിന് വേണ്ടിയിട്ട് എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്, പിന്നെ ബിൽഡിംഗ് ഫോർട്സ്, അതിനൊക്കെ സഹായിച്ചു എന്നാണ് പറയുന്നത് ഓക്കെ, ഇതിനൊക്കെ സഹായിച്ചു എന്നാണ് പറയുന്നത്. ബ്രിട്ടീഷ് എന്തൊക്കെയാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് മക്കളെ? ഇറ്റ് ഈസ് ഗോൾഡ് ആണ് ഗോൾഡ് ആണ് അവർ ഇമ്പോർട്ട് ചെയ്തത്. ബ്രിട്ടീഷ് ഇവിടെ നിന്ന് കൊണ്ടുപോയതെന്നാണ് എന്തൊക്കെ? പെപ്പർ, കോട്ടൺ, സിൽക്ക്, പെപ്പർ, കാർഡമം, സിനമൺ, അതൊക്കെ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് സെഷനിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ.
താങ്ക് യു.